ഹലോ, എല്ലാവർക്കും സ്വാഗതം. പ്രസവം എന്ന് കേൾക്കുമ്പോഴേ പലർക്കും എപ്പിഡ്യൂറലിനെക്കുറിച്ചൊരു പേടിയുണ്ടാവും അല്ലേ? ഒരുപാട് സംശയങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേടിയൊക്കെ മാറ്റി യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു കോൺഫിഡൻസോടെ ഇതിനെ എങ്ങനെ കാണാം എന്ന് നോക്കലാണ്. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഈയൊരു വാചകം നോക്കൂ. ആധുനിക എപ്പിഡ്യൂറൽ വെറുമൊരു സൂചിവയ്ക്കലല്ല. സംഭവം ശരിയാണ്. ഇന്നത്തെ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് വേദന അങ്ങ് മരവിപ്പിച്ച് കളയുക എന്നതിലുപരി അതൊരു കൃത്യതയുടെ കാര്യമാണ്. പ്രസവത്തിൽ നിങ്ങൾക്കും ഒരു പങ്കാളിത്തം നൽകുന്ന ഒന്നാണ്. ഇതൊരു സാധാരണ ഇഞ്ചക്ഷനല്ല, മറിച്ച് നിങ്ങളുടെ പ്രസവം കുറച്ചുകൂടി നല്ലൊരു അനുഭവമാക്കാൻ സയൻസ് കണ്ടെത്തിയ ഒരു വഴിയാണിത്. അപ്പോൾ നമ്മൾ ഈയൊരു യാത്രയിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്? മൂന്നാമതായി, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് നടപടിക്രമം. നാലാമത്തേത്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അവസാനം, ഇതിൽ നിങ്ങളുടെ റോൾ എന്താണ്? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ. സെക്ഷൻ 1. യാഥാർത്ഥ്യം. ഇത് നിയന്ത്രണമാണ്, അല്ലാതെ ഒരു കീഴടങ്ങലല്ല. പലരും വിചാരിക്കുന്നത് എപ്പിഡ്യൂറൽ എടുത്താൽ അതൊരു തോൽവിയായി പോയി, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയായി പോയി എന്നൊക്കെയാണ്. പക്ഷെ സത്യം അതല്ല. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? വേദനയില്ലാതെ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ പ്രസവത്തിൽ ആക്റ്റീവായി പങ്കെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ, ഒരു ഉപകരണം മാത്രമാണിത്. അതായത്, ഒരു ആധുനിക എപ്പിഡ്യൂറലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സഹിക്കാൻ പറ്റാത്ത വേദനയുടെ ഒരു ട്രോമയില്ലാതെ ആ പ്രസവത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് വേദന സഹിച്ചു പ്രസവം അതിജീവിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ഇന്നങ്ങനെയല്ല. ആ നിമിഷം പോസിറ്റീവായി സന്തോഷത്തോടെ അനുഭവിക്കണം. അതിന് സഹായിക്കുന്ന ഒന്നാണിത്. ശരി, ഇനി സെക്ഷൻ 2ലേക്ക് പോകാം. ഈ പറയുന്ന മാന്ത്രിക വിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കിതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി പേടിയും അങ്ങ് പോയി കിട്ടും. ഡിഫറൻഷ്യൽ ബ്ലോക്ക്. ഇതാണ് ഇതിലെ പ്രധാന വാക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡികളെയും ഒരുപോലെ മരവിപ്പിക്കുന്നതിന് പകരം കുറഞ്ഞ ഡോസിലുള്ള മരുന്നുപയോഗിച്ച് വേദനയുടെ സിഗ്നൽ കൊണ്ടുപോകുന്ന നേർത്ത നാഡികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു. അതേസമയം ചലനങ്ങളെ നിയന്ത്രിക്കുന്ന കട്ടിയുള്ള നാഡികളെ വെറുതെ വിടുന്നു. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിലെ നാഡികളെ 2 തരം വയറുകളായി സങ്കൽപ്പിക്കുക. വേദനയുടെ സിഗ്നൽ കൊണ്ടുപോകുന്ന നേർത്ത വയറുകൾ, പിന്നെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന കട്ടിയുള്ള വയറുകൾ. നമ്മൾ കൊടുക്കുന്ന കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ഈ നേർത്ത വയറുകളെ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ആ കട്ടിയുള്ള മോട്ടോർ വയറുകളെ അത് കാര്യമായി ബാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചലിക്കാനും പുഷ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണ്? നിങ്ങൾക്ക് പ്രഷർ അറിയാൻ പറ്റും, ചലിക്കാൻ പറ്റും, പക്ഷേ ആ കോൺട്രാക്ഷൻ്റെ കഠിനമായ കടി പോലുള്ള വേദനയുണ്ടാവില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ ഫുള്ളായിട്ട് തളർന്നു പോകുന്നില്ല, വേദന മാത്രം സെലക്റ്റീവായിട്ട് കുറയുന്നു. ഓക്കെ, അടുത്തത് സെക്ഷൻ 3. എപ്പിഡ്യൂറൽ തരുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പേടിക്കാനൊന്നുമില്ല. ഇതൊരു വളരെ സുരക്ഷിതവും നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതുമായ ഒരു യാത്രയാണ്. കാരണം വളരെ കർശനമായ പ്രോട്ടോക്കോളുകൾ ഫോളോ ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഏതൊരു പ്രൊസീജിയറിന് മുൻപ് ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക് ഉണ്ടാവുമല്ലോ, അതുപോലെയാണിതും. നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മിനിമം 1,00,000 മൈക്രോലിറ്ററിൽ വേണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഈയൊരു ചെക്ക് നട്ടലിനടുത്ത് രക്തം കട്ടപിടിക്കുന്ന പോലെയുള്ള വളരെ അപൂർവമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ ഈയൊരു പ്രൊസീജിയറിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം ആ സേഫ്റ്റി ചെക്ക്, പിന്നൊരു ടെസ്റ്റ് ഡോസ് തരും, അത് കഴിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് മരുന്ന് ക്രമീകരിക്കും, അവസാനം പുഷിംഗ് സ്റ്റേജിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യും. ഈ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു സമാധാനം തരും, അല്ലേ? ഓർക്കുക, മുഴുവൻ സമയവും നിങ്ങളൊരു മെഡിക്കൽ ടീമിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഇതൊന്ന് നോക്കൂ. ആദ്യത്തെ 30 മിനിറ്റ് എത്രമാത്രം കെയർഫുള്ളായിട്ടാണ് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നത് എന്ന് കാണാം. ടെസ്റ്റ് ഡോസ് തന്നുകഴിഞ്ഞാൽ ഓരോ 2.5 മിനിറ്റ് കൂടുമ്പോഴും നിങ്ങളുടെ BP ചെക്ക് ചെയ്യും. 5ാമത്തെ മിനിറ്റിൽ വീണ്ടും ചെക്ക് ചെയ്യും. ഏകദേശം 15 മിനിറ്റ് ആവുമ്പോഴേക്കും വേദന കുറഞ്ഞു തുടങ്ങും. ഈ 30 മിനിറ്റും നിങ്ങൾ നിരന്തരമായ നിരീക്ഷണത്തിലായിരിക്കും. ഇവിടെ ഒരു 20% റൂളുണ്ട്. ഇതൊരു ബ്ലഡ് പ്രഷർ ഗാർഡ്രെയിൽ പോലെയാണ്. അതായത് നിങ്ങളുടെ നോർമൽ BPയിൽ നിന്ന് 20% കൂടുതൽ വ്യത്യാസം വരാതെ എപ്പോഴും ശ്രദ്ധിക്കും. എങ്ങാനും ഒരുപാട് കുറഞ്ഞു പോകുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ ഉടൻ തന്നെ നൽകും. അത്രയും സേഫ്റ്റിയോടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ 4ാമത്തത്, മിഥ്യാധാരണകളും മെഡിക്കൽ ഫാക്ട്സും. നമുക്ക് എപ്പിഡ്യൂറലിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ചു കോമൺ പേടികളെയും തെറ്റിദ്ധാരണകളെയും ഒന്ന് പൊളിച്ചെടുക്കാം. എന്താണ് ആളുകൾ പേടിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സാധാരണയായി കേൾക്കുന്ന ഒരു പേടിയാണ്
ഇത് കുഞ്ഞിനെ ബാധിക്കുമോ, കുഞ്ഞിന് മുല കുടിക്കാൻ പറ്റാതെ മയങ്ങിപ്പോകുമോ എന്നൊക്കെ. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിലേക്കെത്തുന്ന മരുന്നിന്റെ അളവ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന APGR സ്കോറിനെയോ മുല കുടിക്കാനുള്ള കഴിവിനെയോ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. അടുത്തത്, അയ്യോ എന്റെ കാലുകൾക്ക് ഭാരം തോന്നുന്നു, ഞാൻ തളർന്നുപോയോ എന്ന പേടി. അല്ലേ, ഇത് തളർന്നു പോകുന്നതല്ല, മരുന്ന് അതിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നു എന്നതിന്റെ ഒരു സാധാരണ ലക്ഷണമാണത്. ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രം. മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ 2-4 മണിക്കൂറിനുള്ളിൽ ഈ അവസ്ഥ പൂർണ്ണമായും മാറും. പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. എപ്പിഡ്യൂറൽ എടുത്താൽ എപ്പോഴാ പുഷ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇന്നത്തെ ലോ ഡോസ് എപ്പിഡ്യൂറലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ വേദന കുറയ്ക്കുമ്പോഴും ആ പ്രഷർ ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ്. ഫെർഗ്യൂസൺ റിഫ്ലെക്സ് എന്ന് പറയുന്ന പുഷ് ചെയ്യാനുള്ള ആ സ്വാഭാവികമായ തോന്നൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെയുള്ള ഒരു സ്ഥിരം പറച്ചിലാണ്, ഇത് നട്ടെല്ലിന് സ്ഥിരമായി കേടുപാടുണ്ടാക്കും, ജീവിതകാലം മുഴുവൻ നടുവേദനയായിരിക്കും എന്ന്. കേൾക്കുമ്പോൾ പേടിയാകും, പക്ഷേ സത്യമതല്ല. പ്രസവശേഷം കാണുന്ന നടുവേദനയ്ക്ക് കാരണം മിക്കവാറും ഗർഭകാലത്ത് ശരീരത്തിനുണ്ടായ മാറ്റങ്ങളോ നമ്മുടെ പോസ്റ്ററിലെ പ്രശ്നങ്ങളോ ഒക്കെയാണ്, അല്ലാതെ എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ടല്ല. സൂചി വെച്ച സ്ഥലത്ത് 1-2 ദിവസം ഒരു ചെറിയ വേദനയുണ്ടാവാം, അത് മാറും. അപ്പോൾ നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 5, സുരക്ഷയും നിങ്ങളുടെ പങ്കും. ഓർക്കുക, ഈ മെഡിക്കൽ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ റോൾ വളരെ വലുതാണ്. 95%. ഇതൊരു ചെറിയ നമ്പറല്ല. ഇതാണ് ആധുനിക എപ്പിഡ്യൂറലുകളുടെ വിജയനിരക്ക്. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രോട്ടോക്കോളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സക്സസ് റേറ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങളെക്കാളും നന്നായി വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മെഡിക്കൽ ടീമിനെ അറിയിക്കണം. ഉദാഹരണത്തിന്, വേദന ഒരു സൈഡിൽ മാത്രമായിട്ട് തോന്നുക, വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് വരിക, ചെവിയിലൊരു മൂഴൽ കേൾക്കുക, നെഞ്ചിനൊരു ഭാരം പോലെ തോന്നുക, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വിറയൽ വരിക. ഇതിലേതെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടനെ പറയണം. പേടിക്കേണ്ട, ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവസാനം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എപ്പിഡ്യൂറൽ എടുക്കുന്നത് ഒരു എളുപ്പവഴി തേടി പോകലല്ല. അങ്ങനെയൊരു ചിന്തയേ വേണ്ട. മറിച്ച് കൂടുതൽ പോസിറ്റീവായ ഒരു പ്രസവാനുഭവത്തിനു വേണ്ടി മെഡിക്കൽ സയൻസിന്റെ സഹായം തേടുന്ന അറിവോടെ എടുക്കുന്ന ഒരു തീരുമാനമാണത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രസവത്തിൽ ഭയമില്ലാതെ ഒരു സജീവ പങ്കാളിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വിവരങ്ങൾ ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.